കാസർഗോഡ് പള്ളങ്ങോട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ കയ്യിൽ വെച്ച് അധികൃതരുടെ തീക്കളി. സർ സയ്യിദ് LP സ്കൂളിന് മുന്നിലെ സംസ്ഥാന പാതയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ല എന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പരാതി. വിദ്യാർത്ഥികൾക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോഴും പരിഹാരമുണ്ടാകുന്നില്ലെന്ന് അധ്യാപകർ പറയുന്നു. ദേലമ്പാടി പഞ്ചായത്തിലെ പള്ളങ്ങോടുള്ള സർ സയ്യിദ് LP സ്കൂളിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾ നേരെ ഓടി വരുന്നത് സംസ്ഥാന പാതയിലേക്കാണ്. സംസ്ഥാന പാതയ്ക്ക് ഇരുവശത്തും മൂടിവെക്കാത്ത ഡ്രൈനേജുകളാണ്. വാഹനങ്ങൾ അതിവേഗതയിൽ ഈ പാതയിലൂടെ കടന്നുപോകും. അപകടം പതിയിരിപ്പുണ്ടെന്ന് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ല എന്നാണ് ഇവിടുന്ന് വരുന്ന പരാതി. കാസർഗോഡ് ചെർക്കളയിൽ നിന്ന് സുള്ളിയിലേക്കുള്ള പാതയിലാണ് പള്ളങ്ങോട്. അന്തർ സംസ്ഥാന പാതയായതിനാൽ നിരവധി വാഹനങ്ങൾ ഈ വഴി കടന്നുപോകും. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കാർ അമിത വേഗതയിലാണ് അന്തർ സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്നത്. പള്ളത്തൂർ അടൂർ പാതയിൽ പള്ളങ്ങോട് സംസ്ഥാന പാതയോട് ചേർന്നാണ് സർ സയ്യിദ് LP സ്കൂൾ. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ 210 കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഇതേ പാതയിലൂടെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നത്. പലപ്പോഴും ഒറ്റയ്ക്കാകും കുട്ടികളുടെ യാത്ര. ഈ അപകടം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഡയറക്റ്റ് ഓടിയിട്ട് റോഡങ്ങ് കടക്കുകയാണ്, ശ്രദ്ധിക്കില്ല, അപ്പുറം ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ ഫുട്പാത്ത് ഉണ്ടെങ്കിൽ ഈ വഴി നമുക്ക് അങ്ങ് തിരിച്ചു വിടാം. ചെറിയ കുട്ടികളായതുകൊണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമ്മളിവിടെ അധ്യാപകർ ഒരാൾ നിന്നാലേ കുട്ടികൾക്ക് അപകടം ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് കടക്കാൻ വേണ്ടി കഴിയും. എത്രയോ പ്രാവശ്യം അപകടം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ തലനാരൊക്കെ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ചെറിയ കുട്ടികളാകുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. സ്കൂളിന് മുൻവശത്ത് സംസ്ഥാന പാതയ്ക്ക് ഇരുഭാഗത്തും സ്ലാബിട്ട് മൂടാത്ത ഡ്രൈനേജുകളുമുണ്ട്. കുട്ടികൾ ഓടിയിറങ്ങുമ്പോൾ ഡ്രൈനേജിൽ വീണ് പരിക്കു പറ്റുന്നതും പതിവാണ്. എന്നാലും ഇവിടെ ഒരു ഫുട്പാത്ത്, രണ്ട് കരയിലും ഫുട്പാത്ത് ഇവിടെ പണിതാൽ നമുക്കിതിന് വലിയൊരു ആശ്വാസമാകും. കുട്ടിയുടെ അപകടം പരമാവധി കുറക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നമ്മൾ കൊടുത്തു. പക്ഷേ ആ പരാതിക്കൊന്നും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലാണ്. അപകട ഭീഷണി ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി നൽകി. ജില്ലാ കളക്ടറെയും ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ടെങ്കിലും പരിഹാരമുണ്ടാകുന്നില്ലെന്ന് അധ്യാപകരും രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയമാണ്. രാവിലെയും വൈകുന്നേരവും ഈ റോഡിലൂടെയാണ് കുട്ടികൾ നടന്നു പോകുന്നത്. പലതവണ വാഹനാപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. പരിഹാരമുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ദേലമ്പാടിയിൽ നിന്ന് അരുൺ പാറക്കൽ, 24. പൊതുജനം കഴുതയല്ല സാർ. വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡ്, ഒപ്പം മൂടിയില്ലാത്ത ഓട, അങ്ങനെ വഴിയായും കുഴിയായും ഒക്കെ ആ സ്കൂളിലെ കൊച്ചു കുട്ടികളിലെ അടുത്തുണ്ട് അപകടം. പക്ഷേ അവിടെ ആകെയുള്ളത് ഒരു തേഞ്ഞു മായാറായ സീബ്ര ലൈൻ മാത്രമാണ്. ഒരുപാട് തവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ പരിവേദനം. അവരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. അതെ, അപകടം എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ കർണാടകത്തിൻ്റെ അതിർത്തി ബോർഡറായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പള്ളങ്ങോട് എന്ന് പറയുന്നത്. അപ്പോൾ കർണാടകത്തിൽ നിന്ന് വരുന്ന ഒരുപാട് വാഹനങ്ങൾ ഇതിലെ കൂടി വളരെ കാഞ്ഞങ്ങാടേക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷോർട്ട് കട്ടായിട്ട് പോകുന്ന റോഡും കൂടിയാണ് നമ്മൾ ഈ സ്കൂൾ കിടക്കുന്നത്, പള്ളങ്ങോട് സ്കൂൾ. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ കർണാടകത്തിൽ നിന്ന് വരുന്ന ഒരു റോഡായതുകൊണ്ട് പല ആൾക്കാർക്കും പരാതി കൊടുത്തിട്ടും ഫുള്ളായിട്ട് അവഗണിക്കുന്ന ഒരു തരത്തിലുള്ള കാഴ്ചപ്പാട് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലോ ജില്ലാധികാരികളുടെ ഭാഗത്തു നിന്നാണെങ്കിലോ നമുക്ക് ഇവിടുന്ന് കണ്ടത്. ഈ പള്ളത്തൂർ അടൂർ റോഡാണ് ഈ കാണുന്ന ഈ മുമ്പിൽ. ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് വശത്തും ഡ്രെയിനേജാണുള്ളത്. അതുകൊണ്ട് നടക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. പിന്നെ റോഡ് വിട്ടിട്ട് പിന്നെ സ്പേസ് ഇല്ല.